ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാമോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കളറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാനാണെങ്കിൽ യെല്ലോ ഫുഡ് കളർ കുറച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ മൈദ വെച്ചിട്ട് മാവ് തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര കൂട്ടി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറുത്ത എള്ള് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2-3 ഏലക്ക, കുറച്ച് ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്കിത് മിക്സ് ആക്കിയെടുക്കണം. ഈ രീതിക്ക് പഴംപൊരി തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മാവ് ഒരു പരിവാക്കി എടുക്കുന്നുണ്ട്. കുഴച്ച് സെറ്റായി വരണം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മാവ് നല്ല കുഴമ്പ് രൂപത്തിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാവ് തയ്യാറാക്കി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ലൂസിൽ ആവാൻ പാടില്ല. ഇത്രയും ലൂസായിട്ടുണ്ടെങ്കിൽ പഴത്തിൽ നിന്നും മാവ് വിട്ടു പോകുന്നതാണ്. സ്പോട്ടിൽ തന്നെ തയ്യാറാക്കുന്നവരാണെങ്കിൽ കുറച്ച് ടൈറ്റിൽ തന്നെ, കുറച്ചുകൂടെ ഈ ലൂസ് വേണ്ട, ഇതിലും കുറച്ചുകൂടെ ഒരു ടൈറ്റിൽ തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ മാവിന് കളറ് ഇല്ല എന്ന് തോന്നിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാവിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കളറിൽ. എന്നാലും നമ്മുടെ പഴംപൊരി തയ്യാറാക്കി വന്നപ്പോൾ നല്ല യെല്ലോ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാവിൽ മഞ്ഞ കളർ വരുന്നില്ലല്ലോ എന്ന് കരുതി ഒരുപാട് മഞ്ഞൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 250 മൈദക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി തന്നെ മതി. 2-3 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവിൻ്റെ രൂപം ഇതാണ്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പഴത്തിൽ നിന്നും മാവ് വിട്ടു പോവാത്ത രീതിക്ക് വേണം നമ്മുടെ മാവ് കിട്ടാൻ. അപ്പോൾ ഇനി നമുക്കതെങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പഴം ചെറിയ പീസായിട്ടാണ് ഇതേപോലെ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പാന് ചൂടായിട്ട് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് ഷേപ്പിലാണോ പഴം കട്ട് ചെയ്തെടുക്കുന്നത് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ ഉണ്ടായിരിക്കണം. നീളത്തിലൊക്കെ ആണ് പഴംപൊരി തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ഓയിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ നല്ല രീതിക്ക് ചൂടായ ശേഷം മാത്രമേ നമുക്കതിലേക്ക് പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഓയിൽ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഓയിൽ തിളച്ച് വന്ന ശേഷം നമുക്ക് ഓരോ പീസും മാവിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ച ശേഷം ഓയിൽ നല്ല രീതിക്ക് കുറച്ച് വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തീ കുറച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴംപൊരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ 2 ഭാഗവും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ 2 ഭാഗവും നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം.
നല്ല യെല്ലോ കളറിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി വരുന്ന ശേഷം നമുക്ക് നമ്മുടെ പഴംപൊരി കോരിയെടുക്കാം. ഇതേപോലെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തൊന്നും കരുതി നമ്മുടെ പഴംപൊരിക്ക് കളറിൽ മാറ്റമൊന്നും വരില്ല. നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു.